Hello dear students. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LFU പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതമാണ്. LFU. LFU stands for Least Frequently Used. Least Frequently Used Page Replacement Algorithm. Okay. So ഇതിൽ എന്ന് പറയുന്നത് ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി വിസിറ്റ് ചെയ്ത ലീസ്റ്റ് വിസിറ്റ് ഉള്ള പേജിനെ നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ പേജ് വിത്ത് ദ ലീസ്റ്റ് വിസിറ്റ്സ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഇസ് റിമൂവ്ഡ്. ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് പേജസ്. ഇപ്പോൾ പേജിൻ്റെ ഫ്രീക്വൻസി റിമെയിൻസ് സെയിം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് വന്ന പേജിനെ ആദ്യം റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ബാക്കി 3 പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം ആയ FIFO, LRU, ഒപ്റ്റിമൽ, അതിലൊന്നും ഇല്ലാത്ത ഒരു കാര്യം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ടേബിൾ. ഫ്രീക്വൻസി ടേബിളിൻ്റെ ബേസിസിലാണ്, കാരണം ഓരോ പേജസും ഫ്രെയിംസിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രീക്വൻസി കൗണ്ട് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രീക്വൻസി കൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ലീസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ഏത് പേജാണ് അതിനാണ് റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഫ്രീക്വൻസി ടേബിളും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഫ്രീക്വൻസി ടേബിൾ. ഇപ്പോൾ എൻ്റെ സ്ട്രിങ് ഇത്, റെഫറൻസ് സ്ട്രിങ് ഇതാണ് 23421375543. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രീക്വൻസി ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. എത്ര നമുക്ക് റെഫറൻസ് സ്ട്രിങ് ഉണ്ട് അത്രയും റെഫറൻസ് സ്ട്രിങ്ങിനെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതായത് 1, then 2, then 3, then 4, then 5, then 7. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. 1, 2, 3, 4, 5, 7 എല്ലാ സ്ട്രിങ്സും ആയല്ലോ. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ടേബിൾ. ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ഫ്രെയിംസ് ആണ്. ഓക്കെ, 3 ഫ്രെയിംസ് ആണ്. അപ്പോൾ ആദ്യം 2 വരുന്നു. 2 വരുവാണെങ്കിൽ അപ്പോൾ ഇനിഷ്യലി എല്ലാത്തിൻ്റെയും ഫ്രീക്വൻസി കൗണ്ട് എന്താണ്, 0 ആണ്. ഇനിഷ്യലി എല്ലാ സ്ട്രിങ്ങിൻ്റെ കൗണ്ട് എന്താണ്, 0 ആണ്. ഇനി ആദ്യം 2 വരുന്നു. 2 ഉണ്ടോ, മെമ്മറിയിലില്ല. അതുകൊണ്ട് എന്ത് പറയാം, അവിടെ ഒരു മിസ്സാണ്. സോ അവിടെ ഒരു മിസ്സാണ്. എന്നിട്ട് 2-ന് എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. 2-ന് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ 2-ൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും, 1 കൂടും. മീൻസ് ഫ്രീക്വൻസി 2-ന് അവിടെ അലോക്കേറ്റ് ചെയ്തില്ലേ. സോ ദ ഫ്രീക്വൻസി ഓഫ് 2 ഈസ് അപ്ഡേറ്റഡ് ടു അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റഡ് ബൈ 1. അപ്പോൾ 0 എന്നുള്ള 1 ആവും. ഇനി അടുത്ത് 3 ഇതിലുണ്ടോ, ഇല്ല. സോ എഗെയിൻ മിസ്. 2 3-നെ അലോക്കേറ്റ് ചെയ്യാം. 3 അതേപോലെ എന്ത് ചെയ്യണം, വീണ്ടും ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. 3 എന്താവും, 1 ആവും. നെക്സ്റ്റ് അടുത്ത് നോക്കും, 4 ഉണ്ടോ, ഇല്ല. എഗെയിൻ മിസ്. അപ്പോൾ നമ്മൾ 2, 3, 4. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, അതേപോലെ 4-നെ 0 എന്നുള്ളത് എന്താവും, 1 വെച്ച് അപ്ഡേറ്റ് ചെയ്യും. ഇതുവരെ ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് 2 ആണ് വരുന്നത്. 2 ഇതിലുണ്ടോ, ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ഹിറ്റാണ്. സോ നമ്മൾ അതേപോലെ തന്നെ എഴുതും അല്ലേ. 2, 3, 4 അതേപോലെ എഴുതും. ഹിറ്റാണെങ്കിൽ 2-നെ നമ്മളൊന്ന് ആഡ് ചെയ്തല്ലോ എന്തായാലും. മീൻസ് 2-നെ അവിടെ ആഡ് ചെയ്യല്ലേ, അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ ഫ്രീക്വൻസി കൗണ്ട് ഓഫ് 2 എന്ത് ചെയ്യും, 1 കൂടും. 1 ആയിരുന്നു, ഇപ്പം എന്താവും, 2 ആവും. ദെൻ നെക്സ്റ്റ് ഇസ് 1 ഇതിലുണ്ടോ, ഇല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതെന്ത് വരും, മിസ് വരും. ഇനി ആരെ റീപ്ലേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഇതിലേതാണ് 2, 3, 4, ഇത് ഏതൊക്കെയാണ്, 2, 3, 4 അല്ലേ. നമ്മൾ നോക്കും, 2, 3, 4 നോക്കും. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നോക്കും, ലീസ്റ്റ് ഫ്രീക്വൻസി ഉള്ള നോക്കും. ലീസ്റ്റ് ഫ്രീക്വൻസി 3-ഉം 4-നും ലീസ്റ്റ് ഫ്രീക്വൻസിയാണ്. അങ്ങനെ രണ്ടും കോൺസ്റ്റന്റ് മീൻസ് ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് പേജസ് റിമെയിൻസ് കോൺസ്റ്റന്റ് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം വന്ന പേജിനെ റീപ്ലേസ് ചെയ്യും.
ഇവിടെ നമുക്ക് 2 കമ്പയർ ചെയ്യേണ്ട ആരൊക്കെ തമ്മിലാണ്? 3യും 4ഉം. 3യും 4ഉം കൂടെ കമ്പയർ ചെയ്യും. 3യും 4ഉം കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ 3യും 4ഉം കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ആര് ആദ്യം വന്നു? 3 വന്നു. സോ 3 എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. 3 ഈസ് റീപ്ലേസ്ഡ് ബൈ 1. ബാക്കി അതേപോലെയാണ്. 3 ഈസ് റീപ്ലേസ്ഡ് ബൈ 1. ബാക്കി എന്താണ്? 2, 4. ഇനി 3 എന്ത് ചെയ്തു? 3 റീപ്ലേസ് ചെയ്തു. 1 വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ 3യുടെ കൗണ്ട് അവിടെ എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 എന്നുള്ള 0 ആവും. ആരുടെ കൗണ്ട് ഇവിടെ കൂടും? 1നെ ഇവിടെ ആഡാണ് ചെയ്യുന്നത്. 1ൻ്റെ കൗണ്ട് എന്താ? കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ 1ൻ്റെ കൗണ്ട് ഫ്രീക്വൻസി 1 ആവും. ഓക്കെ, ഇനി അടുത്ത് 3 ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ എഗെയിൻ എന്ത് വരും? മിസ് വരും. ഇനി ആരെ റീപ്ലേസ് ചെയ്യും? അത് ഡിസൈഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? അത് ഡിസൈഡ് ചെയ്യുന്നത് 2, 1, 4. 1 to 4 ആണ്. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് എടുക്കുകയാണെങ്കിൽ 1ഉം 4ഉം. 1ഉം 4ഉം. അപ്പോൾ ആദ്യം ആരാ വന്ന്? 1ഉം 4ഉം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നമുക്കറിയാം ആരാദ്യം വന്ന്? 4 കഴിഞ്ഞിട്ടല്ലേ 1 വന്ന്. സോ 4 കഴിഞ്ഞിട്ടാണ് 1 വന്നത്. അപ്പോൾ ആരെ വെച്ച് റീപ്ലേസ് ചെയ്യും? യെസ്, 4 റീപ്ലേസ് ചെയ്യും. 4 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 3 വരും. ബാക്കിയെല്ലാം സെയിം ആണ്. 4 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരും? 4 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 3 വരും. ഓക്കെ, അപ്പോൾ 4 റീപ്ലേസ് ചെയ്തത് കൊണ്ട് ഒന്ന് കുറയും. 3 അവിടെ എന്ത് ചെയ്യും? അപ്ഡേറ്റഡ് ആവുകയും ചെയ്യും. 3 0 എന്നുള്ള എന്താവും? 1 ആവുകയും ചെയ്യും. ക്ലിയർ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് 7 വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തില്ല, അതുകൊണ്ട് മിസ്സാണ്. 7 വരുമ്പോൾ ഇതിൻ്റെ അകത്തുണ്ടോ? ഇല്ല. സോ 7 ഇവിടെ ഇല്ലാത്തത് കൊണ്ട് 7 മിസ് വരും. 7 മിസ് വന്ന് ആരെ റീപ്ലേസ് ചെയ്യും? 2, 1, 3 എടുക്കും. 1, 2, 3. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് 1ഉം 3ഉം ആണ്. അപ്പോൾ ഇതിൽ ആദ്യം ആരാ വന്നത്? 1 ആണോ 3 ആണോ വന്നത്? ആദ്യം വന്നത് ആരാണ്? യെസ്, 1 ആണ് ആദ്യം വന്നത്. സോ 1 ഇസ് റീപ്ലേസ്ഡ് ബൈ 7. ബാക്കി അങ്ങനെ തന്നെ അല്ലേ? 2, 7, 3 വരും. അപ്പോൾ 1 എന്ത് ചെയ്തു? 7 വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ 1ൻ്റെ കൗണ്ട് ഒന്ന് കുറയും, 7ൻ്റെ കൗണ്ട് ഒന്ന് കൂടും അല്ലേ? 7ൻ്റെ കൗണ്ട് ഒന്ന് കൂടും. ഇനി അടുത്ത 5 ആണ് വരുന്നത്. 5 ഉണ്ടോ? ഇല്ല. അപ്പോൾ മിസ് വരും. ഇനി 5 ഇല്ലാത്തതുകൊണ്ട് 2, 7, 3. 2, 7, 3 കമ്പയർ ചെയ്യുമ്പം 2, 7, 3 കമ്പയർ ചെയ്യുമ്പോൾ 2ഉം 7ഉം 3ഉം. 3യും 7 ആണ് നോക്കേണ്ടത് അല്ലേ? 2 കുറച്ച് ഫ്രീക്വൻസി കൗണ്ട് കൂടുതലാണ്. സോ 3യും 7ഉം കൂടെ നോക്കും. 3യും 7ഉം കൂടെ നോക്കുവാണെങ്കിൽ ഈ കേസ് നോക്കുവാണെങ്കിൽ 3 കഴിഞ്ഞിട്ടല്ലേ 7 വന്നത്. സോ 3 വിൽ ബി റീപ്ലേസ്ഡ് ബൈ 5. 3 വിൽ ബി 3 വിൽ ബി റീപ്ലേസ്ഡ് ബൈ 5. സോ എന്ത് വരും? 2, 7, 5 എന്ന് വരും. 2, 7, 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ആണ് റീപ്ലേസ് ചെയ്യുന്നത്. 3 എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? 0 വെച്ച് റീപ്ലേസ് ചെയ്യും. ആരവിടെ വന്നത്? 5 ആണ് വന്നത്. അപ്പോൾ 5യുടെ വാല്യൂ എന്ത് വരും? ഒന്ന് അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇനി അടുത്ത 4 വരും. 4 വരുമ്പോഴത്തേക്കും ഇല്ല, അതുകൊണ്ട് മിസ്സാണ്. 4 വരുമ്പോഴത്തേക്കും 2, 5, 7. ഇതിൽ നോക്കുമ്പോൾ 2, 5ഉം 7ഉം. അപ്പോൾ 5, 7 സെയിം ആണ്. സോ ആദ്യം ആരാ വന്നത്? 5 ആണോ 7 ആണോ നോക്കും. ഡെഫിനറ്റ്ലി നമുക്ക് പറയാം 7 ആണ് ആദ്യം വന്നത്. സോ 7 എന്ത് ചെയ്യും? വിൽ ബി റീപ്ലേസ്ഡ് ബൈ 4. ബാക്കി സെയിം ആണ്. അപ്പോൾ 2, 4, 5. അപ്പോൾ നമുക്ക് പറയാം 7 ആണ് റീപ്ലേസ് ചെയ്തത്. 7 റീപ്ലേസ് ചെയ്തതുകൊണ്ട് 7ൻ്റെ വാല്യൂ ഒന്ന് കുറയും. 7 എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? 4 വെച്ച് റീപ്ലേസ് ചെയ്തു. 4ൻ്റെ വാല്യൂ ഒന്ന് കൂടും. ഓക്കെ, നെക്സ്റ്റ് 3 ഇല്ലല്ലോ. എഗെയിൻ മിസ് വരും. മിസ് വന്നിട്ട്
ആരെ റീപ്ലേസ് ചെയ്യണമെന്ന് നോക്കും. 2ഉം 4ഉം 5ഉം 2 4 5 ഇങ്ങനെ 4ഉം 5ഉം നോക്കും. 4ഉം 5ഉം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആരാണ് ആദ്യം വന്നത്? ഡെഫിനറ്റ്ലി നമുക്ക് പറയാം 5 ആണ് ആദ്യം വന്നത്. സോ 5 വിൽ ബി റീപ്ലേസ്ഡ് ബൈ 3. ബാക്കിയെല്ലാം സെയിം ആണ്. 2 4 3. സോ 5 റീപ്ലേസ്ഡ് ബൈ 3. അപ്പോൾ 5 ഒന്ന് കുറയും, ദാറ്റ് ഇസ് 0. ഏത് വെച്ച് റീപ്ലേസ് ചെയ്ത്? 3. അപ്പോൾ 3യുടെ വാല്യൂ ഒന്ന് കൂടും, ദാറ്റ് ഇസ് 1. ഓക്കെ, ഇനി നമ്മൾ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് നോക്കിയാൽ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മിസ്സസ് എത്ര വരും? 1 2 3 4 5 6 7 8 9. സോ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് ഇസ് ഈക്വൽ ടു 9. ഓക്കെ, നമ്പർ ഓഫ് പേജ് ഫോൾട്ട് ഇസ് ഈക്വൽ ടു 9. എങ്ങനെയാണ് LFU പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്? ഓക്കെ, യൂസ് ചെയ്ത് പേജിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് is equal to